കുന്നത്നാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി PV ശ്രീനിജൻ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം വോട്ടർമാരെ കാണുന്ന തിരക്കിനിടയിൽ കൈരളി ന്യൂസുമായി സംസാരിക്കുകയാണ്. ഇങ്ങനെയാണ് രണ്ടാം അംഗത്തിനിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് പുതിയ ദൗത്യത്തെ കാണുന്നത്? വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം ചർച്ചയാകുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്ന് കൃത്യമായിട്ട് ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കി. അതിൻ്റെ ഒരു വലിയ ഗുണം കിട്ടിയൊരു മണ്ഡലമാണ് കുന്നത്നാട് നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെയാണ് 2300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതിൽ കൂടുതൽ നമുക്ക് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. 2021 മുമ്പുള്ള കുന്നത്നാട് മണ്ഡലം 10 വർഷം ഇരുണ്ട കാലമായിരുന്നെങ്കിൽ ഇന്ന് ഒരു തെളിഞ്ഞ കാലത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ കാലവും UDF-നൊപ്പം എന്നൊരു മണ്ഡലം എന്ന് പറയാവുന്നതാണ്. പക്ഷേ അങ്ങനെ കുത്തക എല്ലാം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ MM മോനായി ആണെങ്കിലും MP വർഗീസ് അവരിലൂടെയൊക്കെ ഈ മണ്ഡലം LDF-നൊപ്പം നിന്നിട്ടുണ്ട്. തുടർച്ചയായുള്ള 10 വർഷക്കാലം VP സജീന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെ MLA ആയിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ആ വിജയം ഇത്തവണ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിജയം തന്നെയല്ലേ ഇക്കുറി പ്രതീക്ഷിക്കുന്നത്? അല്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2021 മുമ്പ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ പദ്ധതികൾ അനുവദിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങിയത്. ഒരു വശത്ത് വർഗീയതയെ താലോലിക്കുകയും മറുഭാഗത്ത് കപട മതേതരത്വം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത്. ഞാനതാ ചോദിച്ചു വന്നത്. ഇപ്പോൾ അവർ സഖ്യമുണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആ സഖ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിലപാടുകൾക്ക് ഒപ്പമാണ്. ജയപരാജയങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മൾ നിലപാടിനനുസരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഇല്ല. നമ്മൾ ഈ പോരാട്ടം എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജയപരാജയങ്ങൾ ഒരു ലെവലേശം നമ്മളെ ഏൽക്കാൻ പോകുന്നില്ല. ഇനി അത് വെച്ചുകൊണ്ട് ജയങ്ങൾക്ക് വേണ്ടി ഒരു കോംപ്രമൈസും വർഗീയതയ്ക്ക് ഇതായിട്ട് ഒരു കോംപ്രമൈസും അതിലുണ്ടാകില്ല. അത് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ ആരെങ്കിലും വന്ന് ആ കരോളിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വോട്ട് നഷ്ടപ്പെടും അല്ലെങ്കിൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. അതിൻ്റെ പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാകും. ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അയാളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അയാളൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും സംഘപരിവാറിൻ്റെ ആരെങ്കിലും അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഞങ്ങളുണ്ടാവും. അങ്ങനെ ചങ്കുറപ്പോടുകൂടി പറയാൻ ആരെങ്കിലും തയ്യാറായിട്ട് വരട്ടെ. അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ NDAയും കോൺഗ്രസ്സിലൊരു വലിയ വിഭാഗവും കപട രാഷ്ട്രീയം വോട്ടിന് വേണ്ടി ഏതറ്റം വരെ എന്ത് വൃത്തികേടിനും തയ്യാറായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊക്കെ ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്ക് യു. തീർച്ചയായിട്ടും അവിശുദ്ധ ബാന്ധവങ്ങൾ ജനം തള്ളിക്കളയും എന്നുള്ള കാര്യം തന്നെയാണ് PV ശ്രീനിജൻ ഇപ്പോൾ കൈരളി ന്യൂസുമായി പങ്കുവയ്ക്കുന്നത്. വികസനത്തിന് തന്നെയായിരിക്കും ഇത്തവണയും ജനങ്ങൾ വോട്ട് ചെയ്യുക. കുന്നത്നാട് മണ്ഡലം LDF-നെ തന്നെ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു. കുന്നത്നാടിൽ നിന്നും ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.